ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഈ ലോകം മുഴുവൻ ഇന്ന് അന്വേഷിക്കുന്നത് രണ്ട് കാര്യങ്ങളാ: സ്നേഹവും സമാധാനവും. സച്ചിക്ക് ഇത് രണ്ടും ആവോളം ഉണ്ട്. ഈ ഭാഗ്യം തട്ടിക്കളഞ്ഞാലേ ദൈവം പോലും സച്ചിയോട് പൊറുക്കില്ല. അല്ല, അനക്കേ സ്നേഹയ്ക്ക് എവിടെ പോയി? അവര് ഡോക്ടറെ കാണാൻ വേണ്ടി പോയതാ. അല്ല മാഡം, ജാമ്യത്തിന്റെ കാര്യം? ഇന്ന് ജാമ്യം കിട്ടിയില്ല. വാദം കേൾക്കാൻ നാളത്തേക്ക് കേസ് മാറ്റിവെച്ചിട്ടുണ്ട്. നമ്മുടെ ഭാഗം ഞാൻ കൃത്യമായിട്ട് കോടതിയിൽ പ്രസന്റ് ചെയ്യും. അനുകൂലമായ ഒരു വിധി തന്നെ ഉണ്ടാവുന്ന എന്റെ പ്രതീക്ഷ. ഇനിയോ പാവം ഇരുട്ടറെ കിടന്ന തകർന്നു പോവും. എങ്ങനെങ്കിലും അമ്മ പുറത്തിറക്കണം മാഡം. ആരുടെ കുഴപ്പം കൊണ്ടായാലും ഒരാളുടെ ജീവൻ നഷ്ടപ്പെട്ട കേസാ. സ്വാഭാവികമായി റിമാൻഡ് ചെയ്ത് കേസ് അന്വേഷണം നടത്തേണ്ടതാ. ആദ്യത്തെ അവധിക്ക് ചിലപ്പോ ജാമ്യം കിട്ടണമെന്നില്ല. പക്ഷേ ഇവിടെ അമ്മ നിരപരാധിയാണെന്നുള്ള നമ്മുടെ വാദം കോടതി അംഗീകരിക്കുന്നതാണ് എന്റെ വിശ്വാസം. മാഡം, ഇതിന്റെ പിന്നിൽ എന്തോ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട്. ഭക്ഷണത്തിൽ വിഷം കലർന്നു എന്നുള്ളത് സത്യമാണ്. പക്ഷേ അതാര് ചേർത്തു, എങ്ങനെ ചേർത്തു എന്നുള്ളത് ഇനിയും കണ്ടുപിടിക്കേണ്ട കാര്യമാണ്. അതിന് ഇനിയൊരു പോലീസ് അന്വേഷണം ഉണ്ടാവില്ല മാഡം? അത് അന്വേഷിക്കണമെന്ന് കോടതിയിൽ ആവശ്യപ്പെടാനാ എന്റെ തീരുമാനം. ആ പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഈ മാഡം വിളി വലിയ ബോറടിയാ. അല്ല, എന്താ മാഡം അങ്ങനെ? ദേ പിന്നെ മാഡം, ഒന്നുമില്ലെങ്കിലും ഞാൻ സച്ചിയുടെ ജീവൻ രക്ഷിച്ച ആളല്ലേ. അതുകൊണ്ടല്ലേ ഇത്രയ്ക്ക് ബഹുമാനം? എനിക്ക് അത്രയ്ക്ക് ബഹുമാനത്തിന്റെ ആവശ്യമില്ല. സച്ചി, മനുഷ്യര് തമ്മിൽ ആദ്യം വേണ്ടത് പരസ്പര സ്നേഹവും വിശ്വാസവുമാണ്. അത് കഴിഞ്ഞു മാത്രമേ ബഹുമാനത്തിനൊക്കെ സ്ഥാനമുള്ളൂ. അല്ല, ഞാൻ പിന്നെ എന്ത് വിളിക്കും? എന്റെ പേര് വിളിച്ചോളൂ. ഏയ്, അത് വേണ്ട. എന്നാ പിന്നെ സച്ചിക്ക് ഇഷ്ടമുള്ള വേറെ എന്തെങ്കിലും വിളിച്ചോ. പക്ഷെ ഈ മാഡം അത് പരമ ബോറ. അല്ല, പിന്നെ ഞാൻ എന്ത് വിളിക്കാന്? ആ, ഒരു കാര്യം ചെയ്യാം. എന്തായാലും എന്റെ വക്കീലാണല്ലോ, അപ്പോ വക്കീലെന്ന് തന്നെ വിളിച്ചാലോ? അത് മതി. ഈ മാഡത്തിനെക്കാളും നല്ലതാ. ഞങ്ങളെ ഡോക്ടറെ ഒന്ന് കാണാൻ പോയിരിക്കായിരുന്നു. നാളെ ഡിസ്ചാർജ് ചെയ്യാന്ന് പറഞ്ഞു. അല്ല, മാഡം എപ്പോഴാ വന്നേ? ഞാനിപ്പോ വന്നേ ഉള്ളൂ. അല്ല, ഡോക്ടർ എന്ത് പറഞ്ഞു? കുറച്ചു നാളത്തേക്ക് നല്ല കെയറും റെസ്റ്റും വേണമെന്ന് പറഞ്ഞു. പക്ഷെ അത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെന്താ നടക്കാത്തെ? അതിന് സച്ചിയേട്ടൻ സമ്മതിക്കണ്ടേ? ആ ഡ്രൈവർമാരുടെ കൂടെ പഴയ സ്ഥലത്ത് പോയി താമസിക്കാനാ സച്ചിയേട്ടന്റെ തീരുമാനം. മാഡം തന്നെ പറ, ഈ അവസ്ഥയിൽ സച്ചിയേട്ടൻ അങ്ങോട്ട് പോകുന്നത് ശരിയാണോ? പറഞ്ഞ കേക്കണ്ടേ? നമ്മളെക്കാളും അവന് വലുത് ആ ഡ്രൈവർമാരാ. അനുവേട്ടാ, എന്റെ അവസ്ഥ നിങ്ങൾക്ക് എന്താ മനസ്സിലാവാത്തെ? എന്തവസ്ഥ? സച്ചി, ഇത്രയ്ക്ക് ദുരഭിമാനം നല്ലതല്ല. നീ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കണമെങ്കിൽ ആദ്യം നീ ജീവിച്ചിരിക്കണം. അനുവേട്ടാ. ആ, സോറി മാഡം, ഞാൻ ഇത്ര ഇമോഷണൽ ആയിപ്പോയി. ഇനി മാഡം തന്നെ ഒന്ന് പറയേ, അല്ല ഇപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യാനാ? സാരമില്ല, സ്നേഹമുള്ളിടത്ത് മാത്രമേ ഇമോഷൻ ഉണ്ടാവൂ. എന്താ സച്ചി ഇത്? കുട്ടികളെ പോലെ എന്തിനാ ഇങ്ങനെ വാശി പിടിക്കുന്നേ? ഒറ്റയ്ക്ക് എവിടെയെങ്കിലും പോയി താമസിക്കാവുന്ന ആരോഗ്യസ്ഥിതി അല്ല ഇപ്പൊ സച്ചിക്ക്. ഒരു കാര്യം ഞാൻ പറയാം. നാളെ കോടതിയിൽ അമ്മയ്ക്ക് ജാമ്യം കിട്ടുമോ ഇല്ലേ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ കിട്ടുമ്പോ ഇവരോടൊപ്പം അമ്മയെ ആ വീട്ടിലേക്ക് സ്വീകരിച്ചു കൊണ്ടുപോകാൻ സച്ചി ഉണ്ടാവണം. ഒന്നും പറയണ്ട. എന്തൊക്കെ കാരണങ്ങൾ പറയാനുണ്ടായാലും ഇവരുടെയൊക്കെ സ്നേഹം നിഷേധിച്ച് സച്ചി മറ്റൊരിടത്തേക്ക് പോകുന്നത് എനിക്ക് പോലും ചിന്തിക്കാൻ പറ്റില്ല. അപ്പൊ ഇവരുടെ ഉള്ളിലേക്ക് വേദന എന്തായിരിക്കും? ദേ, ഇപ്പൊ തിരിച്ചു കിട്ടിയ സച്ചിയുടെ ഈ ജീവനുണ്ടല്ലോ, അത് സച്ചിയുടെ മിടുക്കൊണ്ടാണെന്നാണോ സച്ചിയുടെ വിചാരം?
മരണത്തോട് മല്ലടിച്ച് സച്ചി ഇതിനകത്ത് കിടക്കുമ്പോ ഇവരൊക്കെ പുറത്തിരുന്ന് നെഞ്ചുപൊട്ടി കരയുന്നതും സച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതും ഞാൻ കണ്ടതാ. സച്ചിക്ക് ഇപ്പൊ അതിന്റെ വില മനസ്സിലാവണമെന്നില്ല, പക്ഷെ എനിക്കത് മനസ്സിലാവും. മരുന്നുകളും ഡോക്ടർമാരും മാത്രമല്ല, ഇവരുടെ പ്രാർത്ഥന കൊണ്ടുകൂടിയാ സച്ചിയുടെ ജീവൻ തിരിച്ചു കിട്ടിയത്. ഇവരെ നിഷേധിച്ചു പോവാൻ സച്ചിക്ക് എങ്ങനെ പറ്റും? സച്ചി, ഒരു ചെറിയ ഇൻഫെക്ഷൻ വന്നാ മതി, ഇപ്പൊ തിരിച്ചു കിട്ടിയ ജീവനുണ്ടല്ലോ അത് അപകടത്തിലാവാൻ. അതുപോലും സച്ചിക്ക് മനസ്സിലാവുന്നില്ലേ? അല്ല വക്കീലെ, ഞാൻ എനിക്കൊന്നും കേൾക്കണ്ട. വക്കീലും കക്ഷി എന്നതിലപ്പുറം ഒരു ബന്ധവും നമ്മൾ തമ്മിലില്ല. പക്ഷെ എവിടെയോ നിങ്ങളുടെ കുടുംബത്തിനുള്ളിൽ ഈ പരസ്പര സ്നേഹമുണ്ടല്ലോ, അതെന്നൊന്ന് കൊളുത്തി വലിച്ചു. അതുകൊണ്ട് മാത്രമാ സച്ചിയെ കാണാൻ ഞാൻ ഇവിടെ വരെ വന്നത്. അല്ലാതെ വഴിയിൽ മരിക്കാൻ കിടന്നപ്പോ രക്ഷിച്ച അവകാശത്തിന്റെ പേരിലൊന്നുമല്ല. എന്നാലും പറയുവാ, സച്ചി ഇവരുടെ കൂടെ തന്നെ പോണു. സച്ചി, ഈ ലോകം മുഴുവൻ ഇന്ന് അന്വേഷിക്കുന്നത് 2 കാര്യങ്ങളാ: സ്നേഹവും സമാധാനവും. സച്ചിക്ക് ഇത് രണ്ടും ആവോളം ഉണ്ട്. ഈ ഭാഗ്യം തട്ടിക്കളഞ്ഞാലേ ദൈവം പോലും സച്ചിയോട് പൊറുക്കില്ല. പോവാം, ഞാൻ പോവാൻ വക്കീലെ. അനുവേട്ടാ, ഹലോ ശിശിരേ, എന്താ എന്തുപറ്റി? രാജീവേട്ടാ, എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ വല്ല കടുങ്ങുകയും ചെയ്യും. അതിനിപ്പോ എന്താ ഉണ്ടായത്? കരയാതെ കാര്യം പറ. എത്രയും വേഗം നമ്മുടെ വിവാഹം നടത്തണം. നാളെ എങ്കിൽ നാളെ. എനിക്കിനി കാത്തിരിക്കാൻ വയ്യ. ഇനി ഒരു രജിസ്റ്റർ വിവാഹമാണെങ്കിൽ അതിന് ഞാൻ തയ്യാറാ. ഇനി ഈ വീട്ടിൽ ജീവിക്കാൻ എനിക്ക് വയ്യ. ശിശിരേ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. എടുത്ത് ചാടി ഒന്നും ചെയ്യണ്ട. രാജീവേട്ടൻ വിളിച്ചാ ഞാൻ എവിടേക്ക് വേണമെങ്കിലും ഇറങ്ങി വരാം. അങ്ങനെയൊക്കെ ചിന്തിക്കാൻ വരട്ടെ. ഈ വീട്ടില് ആരുടെ സമ്മതത്തോടു കൂടി നമ്മുടെ വിവാഹം നടക്കുന്ന എനിക്ക് തോന്നുന്നില്ല. അവർക്കെല്ലാം അവരുടെ കാര്യം മാത്രമേ ഉള്ളൂ.